യുക്രൈനെ അവഗണിച്ച് റഷ്യയും അമേരിക്കയും ഇന്ന് സൗദി അറേബ്യയിൽ വെടിനിർത്തൽ ചർച്ച നടത്തുകയാണ്. തങ്ങളെ ചേർക്കാതെ ചർച്ച നടത്തിയാൽ അംഗീകരിക്കില്ലെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത്. അമേരിക്കയുടെ അവഗണനയ്ക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ പാരീസിൽ അടിയന്തര യോഗവും ചേർന്നു. അതും പാരലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ജെയിംസ്, യഥാർത്ഥത്തിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒരേ കുടക്കീഴിൽ സഞ്ചരിക്കുന്നു. പക്ഷേ കുടയ്ക്ക് കിഴുത്തല വീഴുവോ? ഗുഡ് മോർണിംഗ്. ഇതൊരു വല്ലാത്തൊരു സംഭവവാസമാണ്. ഒരുപക്ഷെ ലോക രാഷ്ട്രീയത്തിൽ ഈ ശത്രുക്കൾ മിത്രങ്ങളാവുന്നു, മിത്രങ്ങൾ ശത്രുക്കളാവുന്നു എന്നുള്ള ഒരു പെട്ടെന്നൊരു സംഭവവാസമാണ് നടന്നിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ തന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ്. കാരണം ഒറ്റ ദിവസം കൊണ്ടാണ് ചൈനയുമായിട്ടുള്ള ബന്ധം തകർത്തെറിഞ്ഞത് ട്രംപ് 2016 അധികാരത്തിൽ വന്നപ്പോൾ. അദ്ദേഹം 2018 വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു. ചൈനയും അമേരിക്കയും തമ്മിൽ കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ശത്രുക്കളായി മാറി. ഇത്തവണ അത് ചൈനയെ ഒറ്റപ്പെടുത്തി തന്നെ നിൽക്കുകയാണ്. പക്ഷേ ചൈനയുടെ പിടിയിൽ നിന്ന് റഷ്യയെ മോചിപ്പിക്കാനുള്ള ഒരു നീക്കമാണെന്ന് തോന്നുന്നു. ഡൊണാൾഡ് ട്രംപ് ഈ ചിത്രം മാറ്റി എഴുതുകയാണ്. അമേരിക്ക റഷ്യയുമായി കൂട്ടുകൂടുന്നു. അതൊരു പുതിയ സംഭവവാസമാണ് എന്ന് മാത്രമല്ല, യൂറോപ്യൻ ശക്തികളെ, ഇതുവരെ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന യൂറോപ്യൻ ശക്തികളെ മുഴുവൻ ഒഴിവാക്കി, യുക്രൈനെ ഒഴിവാക്കി റഷ്യയുമായി നേരിട്ടുള്ള ചർച്ചയാണ് ട്രംപിൻ്റെ ടീം നടത്തുന്നത്. ഇന്ന് നിർണായകമായ ചർച്ച നടക്കുകയാണ്. അത് സൗദി അറേബ്യയിൽ വെച്ചാണ്. സൗദി അറേബ്യയുമായിട്ട് ഡൊണാൾഡ് ട്രംപിന് പ്രത്യേക താല്പര്യമുണ്ട്. ട്രംപിൻ്റെ ഏറ്റവും അടുപ്പക്കാരനാണ് അവിടുത്തെ സൗദിയുടെ രാജകുമാരൻ MBS. അപ്പോൾ തീർച്ചയായിട്ടും മുഹമ്മദ് ബിൻ സൽമാൻ്റെ നേതൃത്വത്തിലുള്ള സൗദി ഭരണകൂടം ഇവരെ വരവേറ്റിരിക്കുന്നു. അവിടെ ചർച്ചകൾ നടക്കുന്നു. അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആൾക്കാർ അവിടെ എത്തിയിരിക്കുന്നുണ്ട്. മൈക്ക് വാൾസ്, ഒപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട വിദേശ നയതന്ത്ര രംഗത്തെ ആൾക്കാർ മുഴുവൻ അവിടെയുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ വിദേശകാര്യ മന്ത്രി സെർഗെയ് ലാവ്റോവും അതുപോലെ തന്നെയുള്ള പ്രമുഖരായിട്ടുള്ള വിദേശ പ്രതിനിധികളും ചർച്ചയ്ക്കായി എത്തിയിട്ടുണ്ട്. എന്നാലും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അതിശക്തമായ ഭാഷയിലാണ് ഇതിനെ വിമർശിക്കുന്നത്. കാരണം ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചിട്ട് ഞങ്ങളെ കൂടെ കൂട്ടാതെ വേറെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചർച്ച നടത്തിയാൽ പ്രശ്നങ്ങൾ തീരില്ല എന്ന് മാത്രമല്ല, യൂറോപ്പിനോട് പറഞ്ഞു, സൂക്ഷിച്ചോളൂ, ഞങ്ങൾക്കെതിരെയാണ് യുദ്ധം, ഇത് യൂറോപ്പിലേക്ക് മുഴുവൻ വ്യാപിക്കും, റഷ്യ ഇത്തരത്തിലാണെങ്കിൽ യൂറോപ്പിനെ മുഴുവൻ റഷ്യ കീഴടക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇത് കേട്ടിട്ട് തന്നെ, എന്ന് മാത്രമല്ല അമേരിക്ക യൂറോപ്പിനെ തഴഞ്ഞതിൽ പ്രതിഷേധിച്ചുകൂടിയാണ് പാരീസിൽ അടിയന്തരമായിട്ടുള്ള യോഗം യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്നത്. അവിടെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അവിടെ എത്തിയിട്ട് പറഞ്ഞത്, വേണ്ടി വന്നാൽ ഉക്രൈനിലേക്ക് സേനയെ അയക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരുപക്ഷെ അമേരിക്കയ്ക്കുള്ള പരോക്ഷമായ വെല്ലുവിളിയാണ്. അമേരിക്ക റഷ്യയുമായി ചങ്ങാത്തം കൂടുമ്പോൾ ബ്രിട്ടൻ സേനയെ അയക്കാൻ തയ്യാറാവുന്നു. എന്ന് മാത്രമല്ല മറ്റ് രാജ്യങ്ങളോട് സേനയെ അയക്കാൻ പറയുന്നു. ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, അതുപോലെ തന്നെ ജർമ്മനിയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ജർമ്മനിയുടെ ചാൻസലർ അടക്കം പ്രമുഖരായിട്ടുള്ള ഏതാണ്ട് 10-25 രാജ്യങ്ങളുടെ ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ, ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ അവിടെ യോഗം ചേർന്നു. അവർ ഒരു തരത്തിലും ഉക്രൈനെ അല്ലെങ്കിൽ ഉക്രൈൻ്റെ താല്പര്യങ്ങൾ വിട്ടുകൊടുത്തുള്ള നടപടിക്ക് തയ്യാറാവില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അമേരിക്ക ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു. അമേരിക്ക യൂറോപ്പിനെയും അതുപോലെ തന്നെ ഉക്രൈനെയും തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ചാണ്. എന്ന് മാത്രമല്ല, പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ തന്നെ ബ്രിട്ടീഷ് മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും പറയുന്നത്, ഈ 20% പിടിച്ചെടുത്ത ഭൂമി റഷ്യക്ക് വിട്ടുകൊടുക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അപ്പോൾ റഷ്യയെ ചൈനയിൽ നിന്ന് അടർത്തി മാറ്റി തൻ്റെ ഒരു സഖ്യ രാഷ്ട്രമായി കൂട്ടുക, യൂറോപ്പിന് വേണമെങ്കിൽ തടയാമെന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്തൊക്കെ പറഞ്ഞാൽ ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും നമ്മളോട് ഉടക്കി നിന്നിരുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു. റഷ്യ അമേരിക്കയും കൂടി ചങ്ങാത്തമായാൽ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ സുഹൃത്തുക്കളാണ്. ആ നിലയിൽ ഇന്ത്യക്ക് അനുകൂലമാണ്. പക്ഷേ ചൈനയ്ക്ക് ഒട്ടും സൂചിക്കുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തി ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, താങ്ക് യു ബേബി ജെയിംസ്. നമുക്കൊരു മറ്റൊരു അന്തർദേശീയ വാർത്ത കൂടി വേണ്ട. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൻ്റെ 500-ാം ദിനത്തിൽ ഇരു രാജ്യങ്ങളും പ്രതിഷേധ പ്രകടനം നടന്നു. 70 ഇസ്രയേൽ ബന്ദികളെ കൂടി മോചിപ്പിക്കണമെന്ന് ഇസ്രയേൽ ഭരണകൂടത്തോടെ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ് ബേബി ജെയിംസ്? ഇപ്പോൾ വന്ന മറ്റൊരു വാർത്തയാണല്ലോ ഇത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി 500-ാമത്തെ ദിവസമാണെന്ന്. പക്ഷേ ആ യുദ്ധം തൽക്കാലം വെടിനിർത്തലിൽ നിൽക്കുകയാണെങ്കിൽ 2 ആഴ്ച കൂടിയാണ് വെടിനിർത്തലുള്ളൂ. അതിനുള്ളിൽ 2ാം ഘട്ട വെടിനിർത്തലിനെ കുറിച്ച് ചർച്ച ചെയ്തില്ലെങ്കിൽ യുദ്ധം വീണ്ടും പുനരാരംഭിക്കും. എന്തായാലും 500-ാം ദിനത്തിൽ ഇസ്രായേലിൽ 10,000 പങ്കെടുത്ത വലിയ പ്രതിഷേധ പ്രകടനമാണ് നടന്നത്. ഇസ്രായേൽ ഭരണകൂടത്തോട് അവർ ആവശ്യപ്പെടുന്നത് യുദ്ധം അവസാനിപ്പിക്കണം, ഇനി ബാക്കിയുള്ള 70 ബന്ദികളെ കൂടി
വീണ്ടെടുക്കണം. 70 ബന്ദികൾ എന്ന് പറയുമ്പോൾ SK അതിൽ കുറച്ച് പേര് മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ, ബാക്കിയുള്ളവരുടെയൊക്കെ മൃതശരീരങ്ങളാണ് ലഭിക്കുക. പക്ഷെ അതുപോലും വിട്ടുകൊടുക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ അവിടുത്തെ പാലസ്തീനികളായിട്ടുള്ള 100 കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഇസ്രായേലി ജയിലുകളിലുണ്ട്. 100 അല്ല, 1000 ഏതാണ്ട് 1000-ലേറെ പേരെ വിട്ടു കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ 10-25 ഇസ്രായേലി ബന്ദികളാണ് വിട്ടയച്ചത്. ഇനി 70 പേരുണ്ട്. അവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വലിയ പ്രതിഷേധ പ്രകടനം നടന്നത്. ഒപ്പം തന്നെ ഗസയിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നത് ഈ ഗസയിൽ നിന്ന് പലസ്തീനികൾ ഏതാണ്ട് 20-23 ലക്ഷം പേര് ഒഴിഞ്ഞു പോകണം ജോർദാനിലേക്കും അതുപോലെ തന്നെ ഈജിപ്തിലേക്കും. അത് ഉല്ലാസ കേന്ദ്രമാക്കണമെന്നാണ് ട്രംപിൻ്റെ ആഗ്രഹം. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര ക്യാബിനറ്റ് ചേർന്ന് അതിനോട് യോജിക്കുകയാണ്. അതിനിടയിലാണ് SK അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അവിടെ ഇറങ്ങി ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കണ്ടു. ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയുടെ കിരീടാവകാശിയുമായി ചർച്ചയിലാണ്, ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആവശ്യവും ഈ ഗസ പ്ലാനാണ്, ഗസയിൽ നിന്ന് പാലസ്തീനികളെ ഒഴിപ്പിക്കുക. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ ട്രംപ് അതിന് വാശി പിടിക്കുന്നു, ഇസ്രായേൽ പിന്തുണയ്ക്കുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തുടരും എന്നുള്ള രീതിയിലാണ്. എന്ന് മാത്രമല്ല അവിടെ നിന്ന് വിട്ടുപോകുന്നവർക്ക് വലിയ പാക്കേജാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ആ വലിയ പാക്കേജുകളുമായിട്ട് നിൽക്കുന്നു. എന്തായാലും ഗസ വലിയ ചർച്ചയായിരിക്കുകയാണ്. UN അടക്കം പറയുന്നത് അങ്ങനെ അവരെ ഒഴിപ്പിക്കുന്നത് ഒരു യുദ്ധക്കുറ്റമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അവരുടെ ജന്മഭൂമിയിൽ നിന്നൊരു ജനതയെ ഒഴിപ്പിക്കുക, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനിടയിൽ ഈജിപ്ത് ഒരു ബദൽ പദ്ധതിയുമായി എത്തിയിട്ടുണ്ട്. ഗസയിൽ പലസ്തീനികളെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തുന്നതിനെക്കുറിച്ചുള്ള ബദൽ പ്ലാനാണ് ഈജിപ്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ട്രംപിൻ്റെ ആൾക്കാർ ഒരു ഭാഗത്ത് ഉക്രൈനെതിരെ റഷ്യയെ പിന്തുണയ്ക്കുന്നു, മറുഭാഗത്ത് ഇസ്രായേലിനെ പരിധി വിട്ട് പിന്തുണച്ച് പാലസ്തീനികളെ തള്ളിപ്പറയുന്നു. ഈ തരത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് അമേരിക്ക എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം അമേരിക്കയ്ക്കെതിരെ ചൈന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇടപെട്ടിരിക്കുന്നു, പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. SK PP അബ്ദുൽ നസീർ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നു. SKനും ജെയിംസും നല്ല കെമിസ്ട്രിയാണ്. നിങ്ങൾ ഒരേ പ്രായമായതുകൊണ്ടാണോ? അല്ല, ഇത് കെമിസ്ട്രി മാത്രമല്ല, നല്ല ബയോളജിയുമാണ്. അപ്പോൾ അല്ല, ബയോളജി ഒന്നും ഇല്ല കേട്ടോ. ബയോളജിയൊക്കെ എടുത്ത് വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊന്നും ആളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ പാടില്ല. ബയോളജി എന്ന് പറഞ്ഞതേ ജൈവികമായിട്ടുള്ള ഒരു ബയോളജി എന്ന് പറയുമ്പോൾ അതിന് ഒരർത്ഥമല്ല, 1000 അർത്ഥം ഞാൻ കാണുന്നു. ഓക്കെ, താങ്ക് യു PP ജെയിംസ്.